ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കട്ടോ. മഴയായിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ മാത്രമാണ്. എല്ലായിടത്തും മഴയായിരിക്കുമല്ലേ? എത്ര ദിവസമായി മഴ തുടങ്ങിയിട്ട് ഒരു തോർച്ചയില്ല, ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തുള്ളി മുറിയുന്ന സമയത്തായിട്ട് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഭയങ്കര ഇരപ്പാണ്. നമുക്ക് ചുറ്റിനുള്ള സൗണ്ട് കൊണ്ട് നമുക്ക് സൗണ്ട് കൊടുത്താൽ ഈ മഴയുടെ ആ ഒരു സൗണ്ട് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ഞാനതുകൊണ്ട് എനിക്കിപ്പം സൗണ്ട് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഡെയിലി വീഡിയോസൊന്നും ഇടാനൊന്നും പറ്റാത്തത് കേട്ടോ. അങ്ങനെ ഇതാ നമുക്കിന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചേട്ടോ. ഇതാ ഇതിൽ 2 എണ്ണം നല്ല വലിപ്പമുണ്ട്. ഗ്രീൻ കളറൊക്കെ എൻ്റെ വാലിലും നല്ല രസമുണ്ടല്ലേ. ഞാൻ അങ്ങനത്തെ കൊഞ്ച് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. പിന്നെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞനെയും പറഞ്ഞ് ജോലിക്ക് വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ന് ഓട്സ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പം അനിയത്തിമാർ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവളുമാർ വിശക്കുന്നേന്ന് പറഞ്ഞാട്ടോ വന്നത്. അപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവളുമാർ എന്നോട് പറഞ്ഞത് എന്താ രാവിലെ ഉണ്ടാക്കി അത് മതി ഞങ്ങൾ ഓട്സ് എല്ലാം ആക്കി. അപ്പോൾ അവളുമാർക്ക് ഓട്സ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവളുമാർക്ക് ഓട്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. ഉച്ചയ്ക്ക് അപ്പം ഉച്ചയ്ക്ക് ചോറൊക്കെ റെഡിയാക്കാമെന്നും പറഞ്ഞാണ്. പക്ഷെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇന്ന് അരിയടപ്പത്ത് ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കുക്കറിനകത്ത് ചോറ് വെക്കുന്നത്. ഇതിന് മുന്നേ നമുക്ക് പല കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അറിയാത്ത ആൾക്കാരും ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. ഞാൻ ഒരു പോണി അരിയാട്ടോ എടുത്തേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ഈ കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 3/4 ഭാഗത്തിന് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാട്ടോ തീ ഇടുന്നത്. തീ കൂട്ടിയിട്ടതിന് ശേഷം നമ്മൾ ഒരു വിസിൽ മാത്രം അടിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. പൊന്നിയരിയാണ് നമ്മൾ മേടിക്കുന്നത്. പൊന്നിയരി ആണെങ്കിൽ അതിൻ്റെ ആ ഒരു പാകമായിട്ടോ ഞാൻ പറയുന്നത്. ഞങ്ങളതാണ് മേടിക്കുന്നത്. ഒറ്റ വിസിലിൽ വെന്ത് കിട്ടും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ പോകുമ്പോൾ നമുക്ക് അടച്ചിടാവുന്നതാണ്. അങ്ങനെ ഇതാ അവളുമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ. പിന്നെ അവളുമാർക്ക് ഫുഡൊക്കെ എടുത്തു. ഇതിനകത്ത് നമ്മൾ ചിയാ സീഡും പിന്നെ മറ്റ് സീഡുകളൊക്കെ ഇല്ലേ, അതാണ് ഞങ്ങൾ ഇടുന്നത് കേട്ടോ. അങ്ങനെ ഇട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ അവളുമാർ ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവൾ ഓടി വന്നതായിട്ടോ. എന്താണ് കൊഞ്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊഞ്ച് ശാലുവിന്. അങ്ങനെ ഞാൻ പറഞ്ഞു അതാ ഇത്രയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ എങ്ങനെ ഉണ്ടാക്കി തന്നാലും ഞാൻ കഴിച്ചോളാം എന്നൊക്കെ ആട്ടോ പറഞ്ഞിരുന്നത്. അങ്ങനെ ഇതാ അവളുമാർ കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം പിന്നെ അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ തിരക്കിയിരിക്കുകയായിരുന്നു. പോയ കാര്യം എന്തായി, എല്ലാം ശരിയായോ? അപ്പോൾ എല്ലാം നല്ലപോലെ ശരിയായിട്ടോ. ദൈവം സഹായിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അവൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെയും പിന്നെ അവരുടെ രജിസ്ട്രേഷൻ്റെയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതെല്ലാം റെഡിയായി. പിന്നെ ഈ ഇരുന്ന കണക്ക് പറയുന്നത് അവിടെ പോയതിന് ശേഷം എന്തൊക്കെ ഫുഡ് കഴിച്ചതിൻ്റെ കണക്കാട്ടോ ഇവിടെ ഒരാളിരുന്ന് പറയുന്നത്. പോയ സമയത്ത് ഞാൻ പേടിപ്പിച്ചാട്ടോ വിട്ടത്. അവിടെ ചെല്ലുമ്പോൾ നീ ആവശ്യമില്ലാത്ത ഫുഡൊന്നും വാങ്ങിച്ച് കഴിക്കരുത്, എനിക്ക് വയറിന് കേടാവും എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ അവിടെ ചെന്നിട്ട് ഫുഡൊന്നും കഴിച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇവക്കാണെങ്കിൽ അങ്ങനെ ഫുഡൊന്നും അധികം അങ്ങോട്ട് ശരിയാവത്തേ ഇല്ല. പക്ഷേ ഈ പറച്ചിൽ കേട്ടിട്ട് എല്ലാം കഴിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ലിസ്റ്റ് പറയാൻ തുടങ്ങിയിട്ട് നിർത്തുന്നേ ഇല്ല, പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ്, അത് ഒരു ചിക്കൻ ഫ്രൈ ആയിരുന്നു, ഒരു പിസ്തയുടെ ഷേക്ക്, പൊറോട്ട 20 പൊറോട്ട, പിന്നെ അതിന്നും കബാബ്, പാനിപൂരി. ഇവളുടെ പറച്ചിൽ കേട്ട് എല്ലാവരും വിചാരിക്കും ഒരു ദിവസം കൊണ്ട് തിന്നു തീർത്ത കാര്യങ്ങളാണെന്ന്. ഒരു ദിവസം അല്ല കേട്ടോ, 3 ദിവസം കൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓരോന്ന് ഓർത്ത് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാനായിരുന്നു. കുറച്ച് നേരം സംസാരിച്ചിരുന്നങ്ങ് സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചോറ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും ഞാനൊന്ന് അടച്ചിട്ടു. പിന്നെ തേങ്ങ തിരികെ തരാമെന്ന് പറഞ്ഞ് വന്നു കേട്ടോ. എനിക്ക് തോളിന് വേദന വീണ്ടും കൂടിയിട്ടുണ്ട്. ഇനിയും പോയി എനിക്ക് ഒന്ന് NSC പോയി ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അന്ന് ഇതോട്ട് ഇങ്ങനെ കൂടിയ സമയത്ത് പറഞ്ഞായിരുന്നു കുറവില്ലെങ്കിൽ വന്ന് ഓർത്തോയെ കാണണമെന്ന്. ഓർത്തോയെ കാണാനൊന്നും പിന്നെ പോയില്ല. ഇടയ്ക്ക് വെച്ച് എനിക്ക് നന്നായിട്ട് കുറഞ്ഞായിരുന്നു, പിന്നെയും കൂടിയായിരുന്നു. നമുക്ക് ആ ഒരു എവിടെ ആയിരുന്നു, ഹോസ്പിറ്റലിൽ പോയില്ലേ നമ്മൾ ട്രിവാൻഡ്രത്ത്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പോയിരുന്ന സമയത്ത് എനിക്കൊന്ന് 2 സൈഡിൽ ബാഗ് ഇട്ടിട്ട് ഫുള്ളും ഇങ്ങനെ നടക്കുമല്ലായിരുന്നു. എനിക്കൊന്ന് അത് കുപ്പിയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ബാഗിൽ. എനിക്കൊന്ന് വെയിറ്റ് ഒന്നും ഇടാനൊന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നു തോളത്ത്. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് പിന്നെയും വേദന ആയിട്ടുണ്ട്. അങ്ങനെ കൊഞ്ചൊക്കെ ഞാനൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വൃത്തിയൊക്കെ ആക്കിയെടുത്തു. പിന്നെ നമുക്കിന്ന് മുരിങ്ങയില കറിയും പിന്നെന്തായിരുന്നു കൊഞ്ച് റോസ്റ്റും ആയിരുന്നു കേട്ടോ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കൊഞ്ച് കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പൂച്ച ഭയങ്കര ബഹളം കേട്ടോ. നമ്മുടെ ആ ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് ആ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട്, അതിൽ കൂടെയൊക്കെ വന്നിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ചെറിയ പൂച്ചയായിരുന്നു കേട്ടോ. എനിക്കൊന്നും മറ്റല്ല അവളുടെ മോളാണോ മോനാണോ എന്ന് അറിയത്തില്ല, ആണെന്ന് തോന്നുന്നു. അങ്ങനെ കൊഞ്ച് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതായിരുന്നു കേട്ടോ.
അതായത് നമ്മൾ ആദ്യം തന്നെ അതിനകത്ത് മസാലയൊക്കെ പുരട്ടി വെക്കണം. മുളകും പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് വിനാഗിരി ആട്ടോ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം ഒരു അരമണിക്കൂർ നമുക്ക് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കൊഞ്ച് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ആട്ടോ അരിഞ്ഞെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്നാണ് ഇന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ എന്താ അതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തു. ഈ കട്ടിംഗ് ബോർഡിലാണെങ്കിൽ എനിക്ക് നല്ല സ്പീഡിന് പറ്റത്തേ ഇല്ല കേട്ടോ. ഇത്രയും നാളായിട്ടും അതും ഇങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഇത് കൊഞ്ച് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആട്ടോ, ഒരു 4-5 സ്പൂൺ വെളിച്ചെണ്ണയാണ്. അത് കഴിഞ്ഞിട്ട് അത് ഒഴിച്ചതിന് ശേഷം പിന്നെ കൊഞ്ച് എല്ലാം ഒന്ന് നിരത്തി 2 ട്രിപ്പായിട്ട് ഇടാനുണ്ടായിരുന്നു കേട്ടോ. അത് നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നീട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി വരണ്ട, നമുക്ക് റോസ്റ്റിന് വേണ്ടിയിട്ടല്ലേ, അപ്പം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ ഈ കൊഞ്ചൊക്കെ മേടിക്കുന്ന സമയത്തെ എനിക്ക് വീട്ടിൽ അമ്മമാരെ ഓർമ്മ വരും കേട്ടോ. അവിടെ നമുക്ക് അധികം അങ്ങനെ കൊഞ്ചും ഞണ്ട് കക്ക അങ്ങനെയുള്ള ഐറ്റം ഒന്നും കിട്ടത്തില്ല. യാദൃച്ഛികമായിട്ട് നമുക്ക് മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ കിട്ടും, അല്ലാതെ നമുക്ക് അവിടെ അങ്ങനെ വീടിൻ്റെ അവിടെയൊന്നും കൊണ്ടുവരത്തൊന്നുമില്ല. വീട്ടിൽ നിന്ന് അമ്മമാരൊന്നും അങ്ങനെ എപ്പോഴൊന്നും മാർക്കറ്റിലൊന്നും ഇപ്പം പോകാറില്ല. അപ്പം അവിടെ ഇങ്ങനെ യാദൃച്ഛികമായിട്ട് ആരെങ്കിലും കൊണ്ടുവന്നാലേ ഉള്ളൂ, അല്ലെങ്കിൽ അല്ലാത്ത മീനുകളൊക്കെയാണ് മേടിക്കുന്നത്. അപ്പം ഞാൻ പറയുമായിരുന്നു ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ച് തരാം, വാങ്ങിച്ച് കറിയൊക്കെ വെച്ച് തരാം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരാമെന്നൊക്കെ പറയും. നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നത് അത്ര ഇതല്ല, കാരണം അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ചീത്തയായി പോകും. നമ്മൾ പിന്നെ കറിയൊക്കെ വെച്ചിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നന്നായിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇവർ വരുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഇതൊന്നും കിട്ടത്തുമില്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിലുള്ളൊരു ഓർമ്മ വരും. ഇപ്പോൾ പിന്നെ ഇന്ന് അനിയത്തിമാരുള്ളതുകൊണ്ട് അവളുമാർക്ക് എന്തായാലും കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് ഞണ്ട് കക്കയൊക്കെ കിട്ടുമ്പോഴെല്ലാം ഞാൻ ഇവരെ ഓർക്കും, അതാണ് സത്യം. പിന്നെ ഈ പറയുന്ന പോലെ ഞാനും അവിടെ നിൽക്കുന്ന സമയത്ത് കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഓർമ്മയിൽ എങ്ങനെ വല്ലപ്പോഴും അങ്ങോട്ടൊക്കെ കഴിച്ചിട്ടുള്ളൂ, അല്ലാതെ അങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഈ സാധനം അവിടെ തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ ആ ഒരു സമയത്ത് പോകുന്ന സമയത്ത്. പിന്നെ വീടിൻ്റെ അവിടെ ഒന്നും അങ്ങനെ കൊണ്ടുവരാറും ഇല്ലായിരുന്നു. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വാങ്ങിച്ചിങ്ങനെ ആഗ്രഹം തോന്നുമ്പോൾ അമ്മ പറയുവാണെങ്കിൽ ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് കറി വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പം അവർക്കിടെ നമ്മൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ വാങ്ങിച്ചു തന്നിട്ടില്ലേ, അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ വാങ്ങിച്ച് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കട്ടെ. ഇങ്ങനെ ഈ ഒരു കാര്യമൊന്നും അല്ല കേട്ടോ, എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിനകത്ത് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും അതിന് അവസരം ഉണ്ടാവണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ കഥ പറഞ്ഞിരുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങളത് കണ്ട് കാണുമല്ലോ. അപ്പോൾ എന്താ ഉള്ളിയൊക്കെ വഴണ്ട് വന്നു, അത് കഴിഞ്ഞ് തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ച് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. കൊഞ്ചിട്ടതിന് ശേഷം അതിനകത്ത് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാലയും കൂടി ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയ്ക്ക് ഒരു പൊടിക്കേ ഞാൻ ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല ആയതുകൊണ്ട് തന്നെ നല്ല മണവും നല്ല ഒരു ടേസ്റ്റും നല്ലപോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായിട്ട് വരും. ആ ഒരു സമയം കൊണ്ട് ഞാനാണെങ്കിൽ അതായത് ഇത് വഴണ്ടു വരുന്ന സമയം കൊണ്ട് ഞാൻ മുരിങ്ങയിലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അതും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ കൊഞ്ച് റോസ്റ്റ് അങ്ങനെ റെഡി ആയിരിക്കുക കേട്ടോ. നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മസാല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല മണം ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു മണം കേട്ടോ. ഞാൻ വെച്ചുകൊണ്ട് പറയുകയല്ല, എനിക്ക് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി കുളമായ സാധനങ്ങൾ പോലും ഞാനത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവമൊക്കെ ഇടു ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഫുഡെല്ലാം ആയതിന് ശേഷം ഇവളുമാരെ വിളിച്ചിട്ട് ഇവളുമാർ അനക്കം പോലും ഇല്ല കേട്ടോ. വന്ന് നോക്കിയപ്പോൾ രണ്ടും കൂടെ നല്ലപോലെ ഉറക്കമാണ്. ട്രെയിനിലൊന്നും ഇരുന്ന് അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ഉറക്ക ക്ഷീണവും പിന്നെ അവൾക്ക് സംഗീക്കാണെങ്കിൽ തോളിനൊക്കെ നല്ല വേദനയുണ്ടായിരുന്നു. ബാഗൊക്കെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് പോയപ്പം തുണിയും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ ടൈം അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നെന്നാട്ടോ അവളുമാർ പറഞ്ഞത്. ട്രെയിനിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു, ഇരിക്കാൻ പറ്റാതെ നിന്നൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് വീട്ടിൽ പോകണ്ട, 2 ദിവസം നിന്നിട്ട് പോകാമെന്നും പറഞ്ഞിട്ടാട്ടോ ഞാൻ അവളുമാരെ ഇവിടെ പിടിച്ച് നിർത്തിയത്. പിന്നെ എനിക്കാണെങ്കിൽ ഇന്ന് എഗ് റൈസ് ആയിരുന്നു ഉച്ചക്കലത്തേക്ക്. ഞാൻ കുഞ്ഞിന് കൊടുത്തു വിട്ടത് എഗ് റൈസ് ആയിരുന്നു, അതിൻ്റെ ബാലൻസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുമാർക്ക് അത് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കിത് വേണ്ട, കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഓരോ സാധനങ്ങളാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് വൈറ്റ് റൈസ് മതിയെന്ന് പറഞ്ഞു. പിന്നെ വൈറ്റ് റൈസും പിന്നെ മുരിങ്ങയിലക്കറിയും പിന്നെ കൊഞ്ച് റോസ്റ്റും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഞാൻ വെച്ചുള്ളൂ. പിന്നെ നമുക്ക് കൊഞ്ച് റോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് മതിയല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഒക്കെ ഫുഡ് കഴിച്ചു. പിന്നെ ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് വിഷസ് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും കുറേ പേരുടെ ഉണ്ട് കേട്ടോ ബർത്ത്ഡേ വിഷസൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ പേര് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം.
സുനിതയുടെ ഹസ്ബൻഡായ വിനോദിൻ്റെ ബർത്ത്ഡേ മെയ് 26 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജെസി ജോസഫിൻ്റെ ബർത്ത്ഡേയും മെയ് 27 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ രമ്യ ശ്യാമിൻ്റെ മകളായ കൃഷ്ണവേണിയുടെ ബർത്ത്ഡേ മെയ് 27 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് രണ്ടിനും അഡ്വാൻസ് ആയിട്ടോ നമ്മൾ വിഷസ് അറിയിക്കുന്നത്. അപ്പോൾ 3 പേർക്കും നമ്മളുടെയും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് വർഷങ്ങൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു 3 പേരെയും. പിന്നെ ആ മോക്ക് വേണ്ടിയിട്ട് ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. പിന്നെ മെയ് 27 വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ബിന്ദു ചേച്ചിക്കും ചാച്ചനും എൻ്റെ വക സ്പെഷ്യൽ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ 2 പേരും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതാ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. ഞങ്ങൾക്കിടെ എല്ലാ ജനലിൽ കൂടെയും വെള്ളം ഇറങ്ങാൻ തുടങ്ങും. ഇവിടെയാണ് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. 4 ചുറ്റിനും ഇങ്ങനെ ഭിത്തിയിൽ വെള്ളം പിടിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതാ വെള്ളം ഇങ്ങനെ എറ്റി വീഴുകയാണ്. നല്ല പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേ ഇരിക്കും. എനിക്ക് തുടയ്ക്കാനേ ഉള്ളൂ കേട്ടോ ഇവിടെ സമയം. എപ്പോഴും ഇങ്ങനെ ജനലിൽ കൂടെ വെള്ളം വീണുകൊണ്ടേ ഇരിക്കും. നമ്മൾ ഇതിനു മുന്നേ ഇപ്പോൾ 1 വർഷത്തിന് മേളായി ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോട് വെള്ളം വീഴുന്നു, ജനലാണ് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ അടുത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ നശിപ്പിച്ചെന്ന് പറയാൻ വഴി വരരുതല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിവിടെ എന്തെങ്കിലും ചെയ്യണം. കാരണം അകത്തോട് വെള്ളം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഭിത്തിയൊക്കെ നനഞ്ഞിട്ട് ഇവിടെ മൊത്തം നമുക്ക് തന്നെ തെറ്റിയങ്ങനെ വീണാലോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അവർ ഇതുവരെ ഞങ്ങൾ ശരിയാക്കി തന്നില്ല കേട്ടോ. വന്ന് ശരിയാക്കി തരാമെന്നൊക്കെ വന്ന് നോക്കിയും കണ്ടിട്ടൊക്കെ പോയതായിരുന്നു. പക്ഷെ ഒന്നും ശരിയാക്കിയില്ല. പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി അത് കമ്പിയൊക്കെ വെള്ളമുള്ളതൊക്കെ തുടച്ച് വൃത്തിയാക്കും. എന്നാലും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പിന്നെയും വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ താഴോട്ട് വരുന്ന വെള്ളത്തിൽ നമ്മൾ തന്നെ ചവിട്ടി വീഴുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇരിക്കുന്നിടം വരെ നല്ലതുപോലെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വൃത്തിയാക്കി ഇടാറുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതാ മുറ്റത്തോട്ട് ഇറങ്ങിയാൽ ഇത് അതിനേക്കാളും പണിയാണ്. ഇവിടെ ഓരോ ഭാഗവും കുഴിച്ച് ഇങ്ങനെ വെച്ചേക്കാണ് എലി. കാരണം എനിക്കാണെങ്കിൽ എന്നും മണ്ണ് നീക്കി ഇടാനേ ഉള്ളൂ കേട്ടോ നേരം. എനിക്ക് നീക്കിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെയും ബാക്ക് പെയിൻ കൂടിയിട്ടുണ്ട്. എന്ത് ചെയ്യാനും നമ്മൾ കാണുമ്പോൾ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ.